ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് അരവിന്ദാണ്. ഞാനായിരിക്കും നിങ്ങൾക്ക് GSTയുടെ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ഏരിയാസ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് GST ആണ്. GSTയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് 10 days ആണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിൽ ലൈവ് ക്ലാസ് ആണ് വരുന്നത്. ക്ലാസിന്റെ സമയം ഈ സെയിം ടൈം ആയിരിക്കും, 9 PM ടു 10 PM. ഓക്കെ. നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ ഏരിയാസ് എങ്ങനെ സ്വന്തമായി ചെയ്യാം, അതാണ് പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും എന്തെല്ലാം പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടി വരിക ഞാൻ പറയാം. നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതും GSTയുടെ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട്. ആ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ക്ലിയർ? ഗവൺമെന്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ www.gst.gov.in. ഇതാണ് GSTയുടെ ഗവൺമെന്റ് സൈറ്റ് അഡ്രസ്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ ഈ സൈറ്റിനകത്ത് നമ്മൾ കയറുമ്പോൾ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും. എവിടെ? ഈ ഗവൺമെന്റ് സൈറ്റിൽ കയറുമ്പോൾ. ആ ഫോമിന്റെ പേരാണ് REG01. അപ്പൊ REG01 എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഫോമാണ്. ഈ ഫോം എവിടെയുണ്ട്? ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറുമ്പോൾ കാണാൻ സാധിക്കും. ഈ REG01 എന്ന് പറയുന്ന ഫോമിനകത്ത് 2 പാർട്ട് വരുന്നുണ്ട്. ആ 2 പാർട്ടും ഡാറ്റ ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? പാർട്ട് എ ആൻഡ് പാർട്ട് ബി, 2 പാർട്ട് ആ REG01 എന്ന ഫോമിനകത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ആ 2 പാർട്ടും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ അത് മനസ്സിലാക്കിയെടുത്ത ശേഷം നിങ്ങൾക്ക് സെൽഫായിട്ട് രജിസ്ട്രേഷൻ വർക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. കേട്ടോ? സെൽഫായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ സെൽഫായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറി നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറി നിങ്ങളെ ഞാൻ ചെയ്യാൻ പഠിപ്പിക്കും. അത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ഞാനൊരു ഡെമോ സൈറ്റിന്റെ ID പ്രൊവൈഡ് ചെയ്യും. ഈ ഗവൺമെന്റ് സൈറ്റ് പോലെ ഉണ്ടാക്കിയെടുത്ത ഒരു ഡെമോ വെബ്സൈറ്റ് ഉണ്ട്. അതിന്റെ ID പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അതിനകത്ത് കയറി എന്ത് ചെയ്യാം? അതിനകത്ത് കയറുക എന്ന് പറഞ്ഞാൽ GSTയുടെ ഗവൺമെന്റ് സൈറ്റ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെയുള്ള ഒരു ഡെമോ സൈറ്റ് ആണ്. അതിൽ കയറി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പഠിക്കാം. എത്രത്തോളം ചെയ്യാം അത്രയും ചെയ്യാം. എപ്പം മനസ്സിലാവുന്നു അതുവരെ എന്ത് ചെയ്യാം? ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. ദെൻ അപ്പൊ ഇതായിരിക്കും നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന പ്രാക്ടിക്കൽ കാര്യം. അതിപ്പോ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുമ്പോൾ തന്നെ അതിനെന്തെല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെയാണ് വേണ്ടി വരിക അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഏത് ടൈപ്പ് ബിസിനസ് സ്ഥാപനമാണെങ്കിലും, അതിപ്പോ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, നമ്മൾ പഠിക്കും. പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിക്കോട്ടെ, രജിസ്ട്രേഷൻ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് നമ്മൾ പഠിക്കും, ചെയ്ത് പഠിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് ഏരിയ.
അടുത്തത് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്ഥാപനം നിങ്ങൾ സങ്കല്പിക്കുക, നമ്മുടെ സ്ഥാപനം, ബിസിനസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. നമ്മുടെ സ്ഥാപനം GSTയിലെ രജിസ്റ്റേർഡ് ആയി മാറി. സങ്കല്പിക്കുക, GSTയിലെ രജിസ്റ്റേർഡ് ആയി മാറി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് എന്തുണ്ടാകും? ഒരു GST നമ്പർ ഉണ്ടാകും. അപ്പോ GST രജിസ്റ്റേർഡ് ആയി മാറി എന്ന് പറയുമ്പോൾ GST നമ്പർ ഒക്കെ നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള നമ്മുടെ സ്ഥാപനം, ഒരു സ്ഥാപനം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും മന്ത്ലി, എല്ലാ മാസവും നമ്മൾ GST റിട്ടേൺസ് ഫയലിംഗ് ചെയ്യണം. നിർബന്ധമാണ്. ക്ലിയർ അല്ലേ? നമ്മൾ നിർബന്ധമായിട്ടും GST റിട്ടേൺസ് മന്ത്ലി നമ്മൾ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് അറിയാമായിരിക്കും, ചിലപ്പോ അറിയില്ലാത്തവരുണ്ടാകാം, അതുകൊണ്ട് പറയാം. റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ അതാത് മാസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഈ മാസം നടന്നു, അതായത് എത്ര സെയിൽ നടന്നു, എത്ര പർച്ചേസ് നടന്നു, സെയിൽ നടന്നപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എത്ര ടാക്സ് കളക്ട് ചെയ്തു, പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലർക്ക് എത്ര ടാക്സ് കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മന്ത്ലി കൃത്യമായി GST അതോറിറ്റിയെ അറിയിക്കണം. ക്ലിയർ അല്ലേ? GST അതോറിറ്റിയെ നമ്മൾ അറിയിക്കണം. അത് അറിയിക്കേണ്ടത് എങ്ങനെയും ചോദിച്ചാൽ, മന്ത്ലി ഇതൊക്കെ അറിയിക്കാൻ വേണ്ടി സെയിൽസിന്റെ ഇൻവോയ്സും പർച്ചേസിന്റെ ഇൻവോയ്സുകളുമായി GSTന്റെ ഓഫീസിലേക്ക് നേരിട്ട് പോവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈനായിട്ട് അറിയിക്കാൻ സാധിക്കും. ഓൺലൈനായിട്ട് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഗവൺമെന്റ് സൈറ്റിന്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ കണ്ടു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫോം REG01. അതേപോലെ നമ്മൾ ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അതോറിറ്റിയെ മന്ത്ലി അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഗവൺമെന്റ് സൈറ്റിനകത്ത് 2 ഓൺലൈൻ ഫോം കാണാൻ സാധിക്കും. ഗവൺമെന്റ് സൈറ്റിനകത്ത് 2 ഫോം കാണും. ഡാറ്റ ഫില്ല് ചെയ്യുന്ന ഫോം ഇല്ലേ, ആ ഫോം ആ ഓൺലൈൻ സൈറ്റിനകത്ത് അവൈലബിൾ ആയതുകൊണ്ട് പറയാം ഓൺലൈൻ ഫോം 2 എണ്ണം അവിടെ കാണാൻ സാധിക്കും. ആ 2 ഫോമിനകത്തും യഥാക്രമത്തിൽ ഡാറ്റ ഫില്ല് ചെയ്യുക. ഇത്ര സെയില്, ഇത്ര പർച്ചേസ്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ആ ഓൺലൈൻ ഫോമിൽ ഫില്ല് ചെയ്യുക. ഫില്ലാക്കിയ ശേഷം, ഡാറ്റ എൻട്രി നടത്തിയ ശേഷം ആ ഫോമിന്റെ അവസാനം ഒരു സബ്മിറ്റ് ബട്ടൺ കാണും. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ഓൺലൈൻ സബ്മിഷൻ നടത്തണം, ഓൺലൈൻ സബ്മിഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫോമിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡാറ്റ അതോറിറ്റിക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഇനി ഈ ഓൺലൈൻ ഫോം ഇല്ലേ, ഈ ഓൺലൈൻ ഫോമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, ഒരു പേര് മാത്രമാണ് റിട്ടേൺസ്. അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അപ്പൊ 2 റിട്ടേൺസ് ഉണ്ട് എന്ന് പറയാം അല്ലെ? 2 ഓൺലൈൻ ഫോം, അതായത് 2 റിട്ടേൺസ് എന്ന് പറയാം. അതുപോലെ ഓൺലൈൻ സബ്മിഷൻ നടത്തണ്ടേ? 2 റിട്ടേണിലും ഡാറ്റ ഫില്ലാക്കിയ ശേഷം സബ്മിറ്റ് ചെയ്യണ്ടേ? ആ ഓൺലൈൻ സബ്മിഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഫയലിംഗ്. സോ ഇങ്ങനെ പറയാം, മന്ത്ലി നമുക്ക് 2 റിട്ടേൺസ് ഫയലിംഗ് ചെയ്യേണ്ടതാണ് എന്ന് പറയാം. അപ്പൊ മന്ത്ലി 2 റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോജിക്ക് മനസ്സിലായല്ലോ. മന്ത്ലി നടന്ന കാര്യങ്ങൾ കൃത്യമായി GST അതോറിറ്റിയെ അറിയിക്കുക എന്നാ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ 2 റിട്ടേൺസ് അല്ലേ മന്ത്ലി ഫയൽ ചെയ്യുന്നേ.
അപ്പൊ രണ്ട് റിട്ടേൺസ് മന്ത്ലി ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന എന്തോ രണ്ട് കാര്യങ്ങൾ നമ്മൾ അതോറിറ്റി അറിയിക്കണം. രണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ, സ്ഥാപനത്തിൽ നടന്ന രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നു രണ്ട് റിട്ടേൺ ഫയലിങ്ങിലൂടെ. അപ്പൊ എന്തെല്ലാമാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്ത് കാര്യമാണ് അതിലൂടെ അതോറിറ്റി അറിയിക്കുന്നേ? രണ്ടാമത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിലൂടെ എന്ത് കാര്യമാണ് നമ്മൾ അതോറിറ്റി അറിയിക്കുന്നേ? അതാണ് പഠിക്കേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആ കാര്യം പറയാം. അതിനു മുമ്പ് ഈ രണ്ട് റിട്ടേൺസ് ഇല്ലേ, ഈ റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു കോമൺ പേരല്ലേ, ഈ ഒരു പരിപാടിക്ക് പറയുന്ന ഒരു കോമൺ നെയിം അല്ലേ റിട്ടേൺ. സോ ആ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ കാണിക്കുന്ന കാരണത്താൽ നമുക്ക് ഈ രണ്ട് റിട്ടേണിന് രണ്ട് വ്യത്യസ്തമായ പേര് പറയും. ഒന്നാമത്തെ റിട്ടേണിന് ആ ഒരു പേരിട്ട വിളിക്കുന്നേ, രണ്ടാമത്തെ റിട്ടേണിന് ഈ ഒരു പേരിട്ട വിളിക്കുന്നേ. അങ്ങനെ പറയാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് പേരുണ്ട് രണ്ട് റിട്ടേണിനും. ആ രണ്ട് പേര് പറഞ്ഞ ശേഷം എന്ത് ചെയ്യാം? ആ ഓരോ റിട്ടേണിനകത്തും എന്താണ് കാണിക്കുന്നേ ആ ഡാറ്റ പറയാം. ഒന്നാമത്തെ റിട്ടേൺ ഫോമിന്റെ പേര് ജി എസ് ടി റിട്ടേൺ ആർ, GSTR1. രണ്ടാമത്തെ റിട്ടേണിന്റെ പേര് GSTR3B. ക്ലിയർ അല്ലേ? അപ്പൊ GSTR1 നമ്മൾ ഫയലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം GSTR1ന്റെ ഫയലിങ്ങിലൂടെയാണ് നമ്മൾ അതോറിറ്റി അറിയിക്കുന്നത്. GSTR3B ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ഒരു കാര്യം GSTR3Bന്റെ ഫയലിങ്ങിലൂടെയാണ് നമ്മൾ അതോറിറ്റി അറിയിക്കുന്നത്. അങ്ങനെ ഇനി എന്താണ് ആ കാര്യങ്ങൾ? GSTR1ന്റെ ആവശ്യം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആ ഒരു മാസം എത്ര സെയിൽ നടന്നു, സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് GSTR1. GSTR1ന്റെ ആവശ്യം മനസ്സിലായല്ലോ? യെസ്. നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ മാസത്തെ GSTR1 ഫയൽ ചെയ്തോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കഴിഞ്ഞ മാസത്തെ നിങ്ങളുടെ സെയില് അതോറിറ്റിയെ അറിയിച്ചോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അതോറിറ്റിയെ അറിയിച്ചോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് GSTR1. ക്ലിയർ അല്ലേ? ഈ GSTR1 എന്നാ ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 11th. ഡ്യൂ ഡേറ്റ് എന്നാ നെക്സ്റ്റ് മന്ത് 11th ആണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏത് മാസമാണ്? മെയ് മാസമല്ലേ? മെയ് മാസത്തെ GSTR1 എന്നാ ഫയൽ ചെയ്യേണ്ടത്? നെക്സ്റ്റ് മന്ത് ജൂൺ മാസം 11ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ്. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ മെയ് മാസം 1ാം തീയതി മുതൽ മെയ് മാസം 31 വരെ നമ്മുടെ സ്ഥാപനത്തിൽ എത്ര സെയിൽ നടന്നു നോക്കുക. ആ സെയിൽ ഡീറ്റെയിൽസ് ഒക്കെ GSTR1 എന്ന ഫോമിനകത്ത് ഡാറ്റ എൻറ്റർ ചെയ്ത് നെക്സ്റ്റ് മന്തായ ജൂൺ മാസം 1ാം തീയതി മുതൽ 11ാം തീയതിക്കുള്ളിൽ നമ്മൾ ഫയൽ ചെയ്യണം. ക്ലിയർ? ഇനി ഈ GSTR1 എന്ന ഫോമില്ലേ, സെയില് മാത്രമല്ലേ കാണിക്കേണ്ടത്? എങ്കിൽ പോലും ഇതൊരു ഡീറ്റെയിൽഡ് ഫോം അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഫോമിനകത്ത് ടോട്ടൽ 23 ടേബിൾസ് വരുന്നുണ്ട്. സെയില് കാണിക്കാൻ വേണ്ടി മാത്രം 23ഓളം ടേബിൾ, 23 കറക്റ്റ് 23 ടേബിൾ എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. കറണ്ട് പോയതാണ്, പ്രോബ്ലം ഇല്ല. ക്ലിയർ അല്ലേ വോയിസ് ഒക്കെ? ശരി. 23 ടേബിളിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മിനിറ്റ്. എല്ലാവർക്കും ഓഡിയോ ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ചെയ്യാമോ? വൈഫൈ ജസ്റ്റ് കട്ടായതാണ്. ഒന്ന് ചാറ്റ് ചെയ്യാമോ? ഓഡിയോ ക്ലിയർ ആണോ?
ഹലോ, ഓഡിയോ ക്ലിയർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ, ശരി. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പറഞ്ഞാൽ മതി. ഓക്കെ. വൈഫൈ കട്ടായതാണ് കറണ്ട് പോയപ്പോൾ. ഞാൻ മൊബൈലിലെ ഹോട്ട്സ്പോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പറഞ്ഞാൽ മതി, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ശരി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോ 23 ടേബിളിന്റെ ആവശ്യം ക്ലിയർ അല്ലേ? സെയില് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ GSTR 1 എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യുക എന്ന് ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് പഠിക്കും. അതിന് മുമ്പായിട്ട് 23 ടേബിൾ എന്തെല്ലാമാണെന്ന് വൺ ബൈ വിത്ത് എക്സാമ്പിൾ സഹിതം ഞാൻ പഠിപ്പിക്കും ആദ്യം. അതായത് വേറൊന്നുമില്ല, B2B സെയില്, B2C ലാർജ്, B2C സ്മാൾ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അഡ്വാൻസ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ്, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ സെയില്, അമൻമെന്റ്, HSN കോഡ്, ഡോക്യുമെന്റ് ഇഷ്യൂഡ്, നിൽ റേറ്റ്, എക്സംപ്റ്റ്, നോൺ GST സെയില്, അങ്ങനെ സെയില് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് GSTR 1 23 ടേബിൾ ഞാൻ പഠിപ്പിക്കും. ഓക്കെ. അതിനുശേഷമായിരിക്കും ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് GSTR 1 ഫയലിംഗ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് വരത്തില്ല. നമ്മൾ 23 ടേബിളും ധാരണ ഇല്ലാതെ ഡയറക്റ്റ് ഗവൺമെന്റ് സൈറ്റിൽ കയറി ഫയലിംഗ് പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ പഠിച്ച വർക്ക് അല്ലാതെ മറ്റൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കംപ്ലീറ്റ് ആ ഒരു ഫോമിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പഠിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ കൺഫ്യൂഷൻ പിന്നെ വരത്തില്ല. ഓക്കെ. ദെൻ GSTR 3B ആണ്. GSTR 3Bന്റെ ആവശ്യം ആ ഒരു മാസം എത്ര GST ആണ് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട മന്ത്ലി റിട്ടേൺ ഫോമാണ് GSTR 3B. 3Bന്റെ ആവശ്യം ടാക്സ് പേയ്മെന്റ് ചെയ്യുക മാത്രമാണ്. മറ്റൊരു ആവശ്യവും 3B കൊണ്ടില്ല. GSTR 1 ചെയ്ത ശേഷമാണ് 3B ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ. സോ ഇനി 3Bന്റെ ഡ്യൂ എന്നാ വരുന്നേ? ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 20th വരുന്നത് കേട്ടോ. അതായത് മെയ് മാസം എത്ര ടാക്സ് അടയ്ക്കാനുണ്ടോ ആ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ട് ആക്കിയ ശേഷം 3B എന്ന ഫോമിലൂടെ എന്ത് ചെയ്യുക? ജൂൺ മാസം 20ാം തീയതിക്കുള്ളിൽ പേയ്മെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഇനി 3B എന്ന് പറയുമ്പോൾ GSTR 1 പോലെ ഒരു ഡീറ്റെയിൽഡ് ഫോം ഒന്നുമല്ല. GSTR 3B ഒരു സമ്മറി ഫോമാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മറി ഫോം ആയതുകൊണ്ട് തന്നെ 3Bക്കകത്ത് ജസ്റ്റ് 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് GSTR 1, GSTR 3B. പർപ്പസ് മനസ്സിലായല്ലോ? ഇനി ഇനി മന്ത്ലി 12 മാസം നമുക്ക് എന്ത് ചെയ്യണം? മന്ത്ലി 1ഉം 3Bയും ചെയ്യണം. അങ്ങനെ ഓരോ മാസവും ഈ GSTR 1ഉം GSTR 3Bയും നമ്മൾ ഫയലിംഗ് ചെയ്യാൻ സമയത്ത്, ഓരോ മാസവും നമ്മൾ 1ഉം 3Bയും ഫയലിംഗ് ചെയ്യാൻ സമയത്ത് നമുക്കൊരു 3 പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ വരും. സിമ്പിളായി പറഞ്ഞാൽ 1ഉം 3Bയും മന്ത്ലി ചെയ്യാൻ സമയത്ത് ഒരു 3 ഫോമിന്റെ സഹായം വേണ്ടി വരും. ആ 3 ഫോമിന്റെ സഹായമില്ലാതെ പ്രോപ്പറായിട്ട് GSTR 1ഉം 3Bയും ചെയ്യാൻ പറ്റത്തില്ല. അത്രയും പ്രാധാന്യം ആ 3 ഫോമിനുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ 3 ഫോമിന്റെ പേര് പറഞ്ഞു പോകാം. ഒന്ന് GSTR 1A, 2 GSTR 2A, 3 GSTR 2B. ക്ലിയർ അല്ലേ? GSTR 2B അത്രയും ഇമ്പോർട്ടൻസ് ആ 3 ഫോമിനുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ പഠിക്കും. ദെൻ നമുക്ക് അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, 12 മാസമല്ലേ ഒരു വർഷം? 12 മാസവും നമ്മൾ എന്ത് ചെയ്തു? മന്ത്ലി GSTR 1 ചെയ്തു, GSTR 3B ചെയ്തു. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം.
വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് ആനുവൽ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുക? ഫയലിംഗ് ചെയ്യേണ്ടതാണ്. അതിന്റെ പേരെന്താണ്? GSTR 9. GSTR 9 നമ്മൾ പഠിക്കും. എന്താണ് GSTR 9 ചോദിച്ചാൽ, എന്താണ് GSTR 9? അതൊരു സമ്മറിയാണ്. എന്താണ് GSTR 9? അതൊരു സമ്മറിയാണ്. എന്തിന്റെ സമ്മറിയാണ്? 12 മന്ത്, 12 മാസം നമ്മൾ ചെയ്ത GSTR 1ന്റെയും GSTR 3Bന്റെയും ഒരു സമ്മറിയാണ് ഇത് GSTR 9. ക്ലിയർ അല്ലേ? എന്നാൽ ഈ GSTR 9 വർഷ അവസാനമാകുമ്പോൾ എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളെല്ലാവരും രജിസ്ട്രേഷൻ എടുത്ത സ്ഥാപനങ്ങളാണ്. നമ്മളെല്ലാവരും എല്ലാ മാസവും 1ഉം 3Bയും ഫയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മളെല്ലാവർക്കും നിർബന്ധമായിട്ടും വർഷ അവസാനം ഈ GSTR 9 ചെയ്യ. ഹലോ, ഓഡിയോ ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ചെയ്യണേ. ഇടയ്ക്ക് ഒന്ന് ചാറ്റ് ചെയ്യണം. ഓഡിയോ ക്ലിയർ ആണോ? ഒന്ന് ചാറ്റ് ചെയ്യാമോ? ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ GSTR 9 എന്ന ഫോം എല്ലാവർക്കും നിർബന്ധമില്ല. ആർക്കാണ് നിർബന്ധം? നമ്മുടെ വാർഷിക വിറ്റുവരവ്, അതായത് ആനുവൽ ടേൺ ഓവർ, വാർഷിക വിറ്റുവരവ് എബോ 2 കോടി, 2 CR, 2 കോടിക്ക് മേലെയാണ് നമ്മുടെ വാർഷിക വിറ്റുവരവെങ്കിൽ മാത്രമാണ് GSTR 9 നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. മാൻഡേറ്ററി. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് 2 കോടിക്ക് മേൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമാണ് GSTR 9 നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങളുടെ ടേൺ ഓവർ ബിലോ 2 CR, 2 കോടിക്ക് ബിലോ ആണെങ്കിൽ GSTR 9 ചെയ്യണ്ട എന്നല്ല പറയുന്നേ. ഇറ്റ്സ് ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. ഓക്കെ അല്ലേ? ഇനി ഈ GSTR 9 എന്നാ ചെയ്യേണ്ടത്? ചെയ്യുകയാണെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിന്റെ നെക്സ്റ്റ് ഇയർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇയറിന്റെ 31 ഡിസംബർ ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന ഇയർ ഏതാണ്? 2025-26 ഇപ്പൊ നടക്കുന്ന ഇയർ അല്ലേ? ഈ ഇയർ എന്ന് അവസാനിക്കും? 2026 മാർച്ച് 31 ആകുമ്പോൾ അവസാനിക്കൂലേ? ദെൻ നെക്സ്റ്റ് ഇയർ 2026-27 ഇയർ ഇല്ലേ? ആ ഇയറിന്റെ ഡിസംബർ 31 ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതിന് മുമ്പത്തെ ഇയർ ഏതായിരുന്നു? 2024-25 അല്ലേ? ആ ഇയറിന്റെ GSTR 9 എന്നാ ലാസ്റ്റ് ഡേറ്റ് ചെയ്യേണ്ടത്? 2025 ഡിസംബർ മാസം 31 ആണ്. ഓക്കെ അല്ലേ? യെസ്. ദെൻ ഈ GSTR 9 എന്ന ഫോം ഉണ്ടല്ലോ, ഇതിനകത്ത് ടോട്ടൽ 19 ടേബിൾസ് ഉണ്ട് കേട്ടോ. 19 ടേബിൾ ഉണ്ട്. നമ്മൾ പഠിക്കും. ഞാൻ ഈ ടേബിളൊക്കെ കൃത്യമായി പറയാൻ കാരണം, നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു റിട്ടേൺ ഫോം ഓപ്പൺ ആക്കി കാണിച്ചാൽ ആ ഫോമിനകത്ത് നിങ്ങൾ കാണുന്ന ഒരു പോയിന്റ്, സെന്റൻസ്, ഓപ്ഷൻ പോലും പറയാതെ പോവത്തില്ല. കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തേ പോവത്തുള്ളൂ. ഓക്കെ. ഇതിന് അടുത്ത് പഠിക്കേണ്ട കാര്യം, ആഫ്റ്റർ ഫയലിംഗ് ഓഫ് GSTR 9, നമ്മള് വർഷ അവസാനമാകുമ്പോ GSTR 9 ഫയലിംഗ് നടത്തിയ ശേഷം നമുക്ക് ചെയ്യുന്ന മറ്റൊരു ഫോമാണ് ഒരു റീകൺസിലിയേഷൻ ഫോം ഉണ്ട്. ക്ലിയർ അല്ലേ? ഒരു റീകൺസിലിയേഷൻ ഫോം ഉണ്ട്. അതിന്റെ പേരാണ് GSTR 9C. റീകൺസിലിയേഷൻ മീൻസ് എന്താ? നമ്മളിപ്പോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ബാങ്ക് റീകൺസിലിയേഷൻ നടത്താറില്ലേ? അല്ലെ? ബാങ്ക് ബന്ധപ്പെട്ട ഇടപാടുകൾ നമ്മൾ ബാങ്കിന്റെ ലെഡ്ജർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കിന്റെ ലെഡ്ജർ ബുക്കും
ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും അല്ലെ? കമ്പാരിസൺ നടത്തും. വ്യത്യാസം വന്ന എമൗണ്ട് മനസ്സിലാക്കാനും അതിന്റെ കാരണം മനസ്സിലാക്കാനും. അതേ ലോജിക്ക് ഇവിടെ വരുന്നേ. ഈ GSTR 9C എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത GSTR 9 ഏതുമായിട്ട് കമ്പയർ ചെയ്യും? ഓഡിറ്റ് ചെയ്യ ഓഡിറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യും. അതായത് ഓഡിറ്റ് ചെയ്ത നമ്മുടെ കമ്പനിയുടെ ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുമായിട്ട് എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും. അപ്പൊ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യത്യാസം വന്ന എമൗണ്ട് നമ്മൾ GSTR 9C കാണിക്കും. കാണിച്ച മാത്രം പോരാ, എന്തുകൊണ്ട് വ്യത്യാസം വന്നു കാരണം കൂടെ എന്ത് ചെയ്യും? 9C കാണിച്ചു പോകും. ക്ലിയർ അല്ലേ? യെസ്. ഈ GSTR 9C എന്ന ഫോമിന്റെ എല്ലാവർക്കും നിർബന്ധമില്ല. വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ എബോ 5 CR, 5 കോടിക്ക് മേൽ വാർഷിക വിറ്റുവരവുള്ള കമ്പനിക്ക് മാത്രമാണ് GSTR 9C നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ GSTR 9C ഡ്യൂ ഡേറ്റും ഈ സെയിം ആയിട്ടോ. GSTR 9 സെയിം ഡ്യൂ ഡേറ്റ് ആണ് 9C വരുന്നത്. ഇനി 9C എന്ന ഫോമിനകത്ത് ടോട്ടൽ ടേബിൾസ് എന്ന് പറയുമ്പോൾ 17 വരുന്നത് കേട്ടോ. 17 ടേബിൾസ് GSTR 9C വരുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇത് നമുക്ക് അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം. ഇതുവരെയൊക്കെ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതെന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? രജിസ്ട്രേഷൻ 1, 3B, 2A, 1A, 2B, 9C എല്ലാവർക്കും ഓക്കെ അല്ലേ? ഞാനിപ്പോ സിലബസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. സിലബസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ആക്കി പറയുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്. ഒന്ന് ചാറ്റ് ചെയ്യണേ. എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഏതെങ്കിലും പോയിന്റ് പറയുമ്പോൾ കൺഫ്യൂഷൻ, എന്തെങ്കിലും തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടേ നമുക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കിത് ഓക്കെ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ചാറ്റ് ചെയ്യുക. ഓക്കെ ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ? പറഞ്ഞ ഏതെങ്കിലും പോയിന്റിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ടോ എങ്കിൽ ജസ്റ്റ് ചാറ്റിൽ ചോദിച്ചതിന് റിപ്ലൈ പറയാം. ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ആർക്കും കേൾക്കാൻ സാധിക്കുന്നില്ല എന്നോ ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? കേൾക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ. അടുത്ത് പഠിക്കേണ്ട കാര്യം GSTയിലെ മറ്റൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. അതായത് നമ്മുടെ സ്ഥാപനം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുമല്ലോ ആദ്യം. ആ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻ വരും. ഒന്നുകിൽ സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ രജിസ്ട്രേഷൻ എടുക്കാം, നോർമൽ സ്കീം പ്രകാരം GST എടുക്കാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുക്കാം. നമ്മുടെ രാജ്യത്ത് 90% ബിസിനസ് സ്ഥാപനങ്ങളും സാധാരണയുള്ള നോർമൽ സ്കീം പ്രകാരമാണ് GST എടുക്കുന്നത്. ബാക്കി 10% മാത്രമാണ് കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുക്കുന്നത്. ക്ലിയർ?
ഇനി നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരമാണ് GST രജിസ്ട്രേഷൻ എടുത്തതെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മേലെ പറഞ്ഞ ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ബാധകമല്ല. അതെല്ലാം ആർക്ക് മാത്രമാ ബാധകം? സാധാരണയുള്ള നോർമൽ സ്കീം പ്രകാരം GST എടുത്തവർക്കാണ് ബാധകമാവുന്നേ. ക്ലിയർ അല്ലേ? നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ നിങ്ങൾക്ക് മാസം തോറും മന്ത്ലി ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ക്വാർട്ടേർലി 3 മാസം കൂടുമ്പോ ഒരു ഫയലിംഗ് ഉണ്ട്. പേരാണ് CMP08 എന്ന് പറയും. ശേഷം ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ആനുവൽ ഫയലിംഗ് ഉണ്ട്. പേരാണ് GSTR4. അത്രേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളെ നിങ്ങൾക്ക് ഒരു വർഷം ചെയ്യേണ്ടതുള്ളൂ. വേറൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പഠിക്കും. ക്ലിയർ? നമ്മൾ അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ടാക്സ് ഇൻവോയ്സ് എന്താണ് നമ്മൾ പഠിക്കും. ക്ലിയർ അല്ലേ? അതുപോലെ ബിൽ ഓഫ് സപ്ലൈ എന്താണ് നമ്മൾ പഠിക്കും. അതുപോലെ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്താണ് നമ്മൾ പഠിക്കും. അതുപോലെ സെൽഫ് ഇൻവോയ്സ് എന്താണ്. സെൽഫ് ഇൻവോയ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പുതിയൊരു അമെന്റ്മെന്റ് ആണ് GSTയില്. കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇംപ്ലിമെന്റ് ആയതാണ്. സെൽഫ് ഇൻവോയ്സിനെ കുറിച്ച് പഠിക്കും. അതുപോലെ റിസീപ്റ്റ് വൗച്ചർ എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ പേയ്മെന്റ് വൗച്ചർ എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ റീഫണ്ട് വൗച്ചർ എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ ക്രെഡിറ്റ് നോട്ട് നമ്മൾ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡെബിറ്റ് നോട്ട്, അതായത് ക്രെഡിറ്റ് നോട്ട് നമ്മൾ എപ്പോ ഇഷ്യൂ ചെയ്യും. അതുപോലെ ഡെബിറ്റ് നോട്ട് നമ്മൾ എപ്പോ ഇഷ്യൂ ചെയ്യും, അതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ ഡെലിവറി ചെല്ലാൻ നമ്മൾ എപ്പോ ഇഷ്യൂ ചെയ്യും, അതിനെക്കുറിച്ച് പഠിക്കും. അതുപോലെ ഇ-വേ ബില്ല്, അത് വളരെ പ്രധാനപ്പെട്ട പ്രാക്ടിക്കൽ കാര്യമാണ്. ഇ-വേ ബിൽ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയി പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ 10 days ക്ലാസ്സിൽ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ പക്ഷേ ഈ പറയുന്ന പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ച് തിയററ്റിക്കൽ കാര്യം പഠിക്കണം. അതായത് കുറച്ച് പ്രാക്ടിക്കൽ ബേസ് പഠിക്കണം. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ, എന്താണ് ഔട്ട്പുട്ട് GST എന്താണ്, അതുപോലെ എന്താണ് ഇൻപുട്ട് GST, അതുപോലെ എന്താണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം FCM, എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം RCM, എന്താണ് ഇൻപുട്ട് GST ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞ എന്താണ്, അതുപോലെ എന്താണ് സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞ എന്താണ്, അതുപോലെ എന്താണ് ബ്ലോക്ക്ഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞ എന്താണ്, അതുപോലെ എന്താണ് QRMP സ്കീം എന്ന് പറഞ്ഞ എന്താണ്. അങ്ങനെ കുറച്ച് ബേസ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ഈ പറയുന്ന കുറച്ച് തിയററ്റിക്കൽ ബേസും ബാക്കി ഈ പറയുന്ന അഡ്വാൻസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ പഠിക്കും. ഇത്രയും കാര്യം പഠിച്ച് കംപ്ലീറ്റ് ആക്കിയാൽ ഉറപ്പായിട്ടും നമുക്ക് സ്വന്തമായി തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ GST റിട്ടേൺസ് എല്ലാം നമുക്ക് ഫയലിംഗ് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ജസ്റ്റ് പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രമല്ല കേട്ടോ, ഈ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, സെൽഫായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ദെൻ ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലാസ് വരുന്നത് GSTയുടെ പ്രാക്ടിക്കൽസ് ആണ് പഠിപ്പിക്കുന്നത്. ലൈവ് ക്ലാസ് ആണ്, ഞാൻ പറഞ്ഞ കാര്യമാണ്. ക്ലിയർ അല്ലേ? ഈ സെയിം ടൈമിലാണ് ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ് ആണ്. ക്ലാസ് ലൈവ് ആണ് അല്ലെ? സൂം ലൈവ് ക്ലാസ് ആണ്. എങ്കിൽ പോലും ഇത് റെക്കോർഡിങ്ങും ആയിരിക്കും. കാരണം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ശേഷം ഏതെങ്കിലും ദിവസം ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡിങ് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ റെക്കോർഡ് വീഡിയോയ്ക്ക് എന്തെങ്കിലും സമയപരിധി ഉണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്കിത്
അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ക്ലിയർ അല്ലേ? ഇനി അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഈ എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ PDF നോട്ട് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അത് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു നോട്ടാണ്. അത് പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് ഓരോ റിട്ടേൺ ഫോമിനകത്ത് എന്തെല്ലാം ടേബിൾ ഒക്കെ വരുന്നുണ്ട്, അതെല്ലാം എക്സാമ്പിൾ സഹിതം കോൺസെപ്റ്റ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന നോട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ ഡൗട്ടുകൾ വരും. അതിപ്പോ ഏത് കോഴ്സ് ആയാലും എത്ര പഠിച്ചാലും സ്വന്തമായി ചെയ്യുമ്പോൾ ഡൗട്ട് വന്നിരിക്കും. അങ്ങനെ ഡൗട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. സോ ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അത് മാത്രമല്ല, നിങ്ങൾ സെൽഫായിട്ട് വർക്കുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയൽ വർക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ബുദ്ധിമുട്ട് വന്നാൽ വർക്ക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ വർക്ക് സപ്പോർട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഞാൻ ഒരു പോയിന്റ് എക്സ്ട്രാ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യം വന്നാൽ, ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം എന്തെങ്കിലും സാഹചര്യത്തിൽ സ്വന്തമായി ചെയ്യാൻ പറ്റാതെ വന്നാൽ, ക്ലിയർ, മാക്സിമം സ്വന്തമായി ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ GST ഫയലിംഗ് വർക്ക് നിങ്ങൾക്ക് എന്നെ ഏൽപ്പിക്കാം. 6 മാസം വരെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് ചെയ്തു തരും. ക്ലിയർ അല്ലേ? ഫ്രീ ആയിട്ട് ചെയ്തു തരും കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്ന് അതിനെ ഏൽപ്പിച്ചാൽ മതി. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫായി പഠിച്ച് സ്വന്തമായി ചെയ്യുക. കംപ്ലീറ്റ് വർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ദെൻ അടുത്ത കാര്യം, നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പൊ ഈ നടക്കുന്ന ക്ലാസ് ഏതാണ്, GST അല്ലേ? എന്നാൽ പക്ഷെ ഇതിനു മുമ്പ് നമുക്ക് ഈ ഇൻകം ടാക്സിന്റെയും അതുപോലെ TDSന്റെയും ഫയലിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള ക്ലാസ് മുമ്പ് നടത്തിയിരുന്നു. ആ മുമ്പ് നടത്തിയ ലൈവ് ക്ലാസിന്റെ റെക്കോർഡ് വീഡിയോ ഇപ്പോൾ അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ശേഷം ഒന്ന് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, അത് പേഴ്സണലായിട്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും, ആ ക്ലാസിന്റെ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ക്ലിയർ. ഇനി അത് മാത്രമല്ല, ഇനി നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസിന്റെ ഫീ, കോഴ്സിന്റെ ഫീ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കോഴ്സിന്റെ ഫീ വരിക 3000 രൂപയാണ് ഫീ വരുന്നത്. ഈ 3000 എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു എമൗണ്ട് ആണ്. കാരണം ഞാൻ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പല GSTന്റെ പരസ്യങ്ങൾ കാണാറുണ്ട്. അതിലൊക്കെ 10,000 15,000 ഒക്കെ ഫീ കാണുന്നേ. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് ആണ്. ചെറിയ എമൗണ്ട് ആണെന്ന് കരുതി ക്വാളിറ്റി ഒരിക്കലും കുറയത്തില്ല. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്രയും ഡെപ്ത് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ക്ലിയർ അല്ലേ? ക്വാളിറ്റി ഒരിക്കലും കുറയത്തില്ല, ക്വാണ്ടിറ്റിയും കുറയത്തില്ല. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ടിങ് ഡേറ്റ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ എന്ന് പറഞ്ഞാൽ 17th അല്ലെ, 17th മെയ് നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നാളെ രാത്രി 9 മണിക്ക് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നാളത്തെ ക്ലാസ് പ്രാക്ടിക്കൽ ബേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബേസ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ബേസ് പറയുന്നത് ആ രീതിയിൽ എടുത്തു പോകുന്നത് കേട്ടോ, ആ ഒരു രീതിയിൽ എടുത്തു പോകുന്ന ക്ലാസ്. ഓക്കെ. നാളത്തെ ക്ലാസ്സിൽ, ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം CGST, SGST, IGST, ഔട്ട്പുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ്, ഇൻട്രസ്റ്റേറ്റ്, ഇന്റർസ്റ്റേറ്റ്, ദെൻ അതിന്റെ സെറ്റ് ഓഫ് എങ്ങനെ ചെയ്യാമെന്നുള്ള സിസ്റ്റമാറ്റിക് റൂളൊക്കെ പഠിപ്പിക്കും. അതെങ്ങനെ ചെയ്യാൻ എക്സാമ്പിൾ സഹിതം പഠിപ്പിക്കും. ആ ഒരു ക്ലാസ് ആദ്യം വരുന്നത് കേട്ടോ. ഓക്കെ. സോ ഇതാണ് എനിക്ക് ഇതിൽ പറയേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീ പേയ്മെന്റ് ആക്കി എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? ക്ലാസ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഈ ഇവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അങ്ങനെ ടൈപ്പ് ചെയ്യുന്നവരെ എന്ത് ചെയ്യും, നാളെ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും കേട്ടോ. ഓക്കെ. യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ഓക്കെ, ഞാൻ പേര് പ്രതാപ് കുമാർ, പേര് അപ്ഡേറ്റ് ആക്കുന്നുണ്ട്.
പ്രതാപ് കുമാർ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ രാജേഷ് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. രാജേഷൻ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പേര് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നാളെ ഇവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യും. ദെൻ ജോർജ് ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പേര് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യാമോ? ഡയറക്റ്റ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നേരിട്ട് ഓഫീസിൽ വന്നിട്ടാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെരിന്തൽമണ്ണ ഓഫീസ് വരുന്നേ. ഓക്കെ, ഓക്കെ. ഞാൻ ജൂൺ 1 ശേഷം ജോയിൻ ചെയ്യുന്നുള്ളൂ. താങ്കൾ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യുക, പേയ്മെന്റ് ഒന്ന് ഇപ്പൊ ചെയ്ത് കൺഫേം ആക്കുക. കാരണം നമുക്ക് അടുത്ത ബാച്ച് എന്നാണെന്ന് ഇപ്പോൾ ഷെഡ്യൂൾ അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ബാച്ച് ക്ലാസ് ഇന്ന് അത് നമുക്ക് ഷെഡ്യൂൾ അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ പേയ്മെന്റ് ചെയ്തിട്ടാ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ബാച്ച് വെക്കുമ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഇതൊരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമല്ല, നമ്മുടെ ഇതൊരു ടാക്സ് കൺസൾട്ടൻസി ഓഫീസാണ്. അപ്പൊ നമുക്ക് ആഹ്, എന്നാണ് ഇനി ഒരു ട്രെയിനിങ് അടുത്ത് വെക്കുക എന്നിപ്പോ പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. ശരി. അപ്പോ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന ആൾ നാളെ എന്ത് ചെയ്താൽ മതി? ഓഫീസിലേക്ക് വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓഫീസ് മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് വരുന്നത് കേട്ടോ. ഡീറ്റെയിൽ അഡ്രസ് ഞാൻ ഗ്രൂപ്പിലോ വാട്സപ്പ് ചെയ്താൽ മതി, ഇട്ടേക്കാം. ഓക്കെ, പേയ്മെന്റ് ഫുൾ ഇൻ അഡ്വാൻസ്. പേയ്മെന്റ് നമുക്ക് സിംഗിൾ പേയ്മെന്റ് വരുന്നത്. കാരണം നമുക്കൊരു ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ഇതൊരു എന്താ പറയുക, ഒരു ഡെമോ ക്ലാസ് അറേഞ്ച് ആക്കിയിട്ടല്ലേ നമ്മൾ പേയ്മെന്റ് മേടിക്കുന്നേ. നമ്മൾ ഫുൾ സിംഗിൾ പേയ്മെന്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പോ 3 പേരാണ് ജോയിൻ ചെയ്യുന്നു പറഞ്ഞവർ. ഈ 3 പേര് നാളെ ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും കേട്ടോ. പ്രതാപ് കുമാർ, രാജേഷ്, ജോർജ്. ഓക്കെ, ഇനി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പേര് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, മറ്റാരും ജോയിൻ ചെയ്യുന്നില്ല എന്നാണ് കരുതുന്നത്. അപ്പൊ ഈ 3 പേര് നാളെ നിന്ന് കോൺടാക്ട് ചെയ്യും. അപ്പൊ ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് ഞാൻ ഈ ഡെമോ ക്ലാസ് റെക്കോർഡിംഗ് ആണ് കേട്ടോ. റെക്കോർഡ് ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ അയക്കാം. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇല്ലാത്തവർക്ക് വീഡിയോ കാണാം. ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.